കണ്ണൂരിലെ കരുത്തെന്ന് വിശേഷിപ്പിക്കുന്ന കെ സുധാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക ദിവസങ്ങളാണ് കടന്നുപോയത്. സീറ്റിന് വേണ്ടി അവസാന നിമിഷം വരെ പോരാടിയിട്ടും നിരാശനായാണ് കെ സുധാകരൻ ഡൽഹിയിൽ നിന്ന് മടങ്ങുന്നത്. കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയ സംഭവവികാസങ്ങളിലേക്ക്. മാർച്ച് 9 കോൺഗ്രസ് നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തിയ ആ പ്രഖ്യാപനം. മത്സരിക്കുമെന്ന് തറപ്പിച്ചു പറഞ്ഞു. 110% ഉണ്ട്. അതിലെന്താ കുഴപ്പം? ഓ, കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാവും. മത്സരിക്കും. പിറ്റേ ദിവസം ചർച്ചകൾക്കായി കെ സുധാകരൻ ഡൽഹിയിൽ. ആദ്യ ചർച്ച പരാജയപ്പെട്ടതോടെ മാർച്ച് 12 തിരിച്ച് കണ്ണൂരിലേക്ക്. പിറ്റേ ദിവസം കണ്ണൂർ ഹൃദയരക്തമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. മാർച്ച് 15 അന്തരിച്ച കോൺഗ്രസ് നേതാവ് കാപ്പാടൻ രമേശന്റെ അനുസ്മരണ ചടങ്ങിൽ സുധാകരന്റെ അതിവൈകാരിക പ്രകടനം. എനിക്ക് ഓർമ്മയുണ്ട്, CPM-ന്റെ അക്രമത്തെ ചെറുക്കാൻ എന്റെ വീട്ടിന്റെ മുമ്പിൽ കാവലിൽ നിന്ന് കാപ്പാടൻ രമേശൻ എന്റെ വീട് വളഞ്ഞ 15ഓളം സഖാക്കളെ വിരട്ടി ഓടിച്ച കാപ്പാടൻ രമേശൻ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് കാപ്പാടൻ രമേശന്റെ കരുത്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ഓർക്കുക. ഇതോടെ സീറ്റില്ലെങ്കിൽ പുറത്തേക്ക് എന്ന അഭ്യൂഹം ശക്തമായി. വി.ഡി. സതീശൻ സീറ്റ് നൽകേണ്ട എന്ന നിലപാടിൽ ഉറച്ചുനിന്നു. ഡൽഹിയാണ് ആ തീരുമാനം എടുക്കേണ്ടത്, ഞങ്ങളല്ല തീരുമാനം. ഞങ്ങളാണെങ്കിൽ അത് എടുക്കുമല്ലോ, നമ്മളിവിടെ എടുക്കുമല്ലോ ഒരു തീരുമാനം. ഞങ്ങളല്ല എടുക്കേണ്ടത്. MP-മാരെ സംബന്ധിച്ചിടത്തോളം. മാർച്ച് 17 വീണ്ടും കെ സുധാകരൻ ഡൽഹിയിലെത്തി. ഇന്നലെ കെ സുധാകരന്റെ വീട്ടിലെത്തി നേതാക്കൾ നടത്തിയ അനുനയ നീക്കത്തോട് സുധാകരൻ മുഖം തിരിച്ചു. ഇന്ന് രാവിലെ കെ സുധാകരൻ പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾ പുറത്തുവന്നു. ഒടുവിൽ AK ആന്റണിയുടെയും രമേശ് ചെന്നിത്തലയുടെയും അവസാനവട്ട അനുനയ നീക്കം. ഞാൻ സുധാകരനോട് ദീർഘമായി സംസാരിച്ചു. കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ജീവൻ പണയപ്പെടുത്തി പോരാടിയ ആളാണ് സുധാകരൻ. അതുകൊണ്ട് ഒരിക്കലൊരു മൂന്നാമത് ഭരണം അവർക്കുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പാർട്ടിയുടെ തീരുമാനം അനുസരിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. രാത്രി 7 സുധാകരൻ പട്ടികയിലില്ലെന്ന സൂചന നൽകി സണ്ണി ജോസഫ്. പിന്നാലെ സീറ്റില്ല എന്ന് സ്ഥിരീകരണം. പാർട്ടിക്കൊപ്പം നിൽക്കുമെന്ന് പ്രതികരണം. നിലപാട് പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്യും, പ്രവർത്തിക്കും. പാർട്ടി തുടരാണ്ട് പിന്നെ ഞാൻ എവിടെയാ കൊണ്ട്? ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ പോകും. ഒടുവിൽ നേതൃത്വത്തിന് വഴങ്ങി നാട്ടിലേക്ക്. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.